അങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് എന്റെ അച്ഛനോട് ചോദിച്ചാലോ ശബരിയേട്ട? അമ്മയുടെ പേര് കിട്ടിയ പണത്തില് 10-20 ലക്ഷമൊക്കെ അച്ഛന്റെ കയ്യിൽ ബാക്കി കാണും. തൽക്കാലം നമുക്കത് കടമായിട്ടെങ്കിലും കിട്ടിയ കാര്യം നടക്കില്ലേ? അത് ഇൻഷുറൻസ് കമ്പനിയിലെ പണം ഞാൻ സ്വീകരിക്കില്ല എന്ന് വീമ്പൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛനോട് കടം ചോദിക്കാന്നൊക്കെ പറഞ്ഞ നാണക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ശബരിയേട്ട. അച്ഛനോടെ ഞാൻ ചോദിച്ചോളാം. ശബരിയേട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നാ മാത്രം മതി. അത് വേണോ? അച്ഛന് തരാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച നമുക്കും അച്ഛനും അതൊരു വിഷമായിരിക്കും. അച്ഛന് തരാൻ പറ്റാത്ത അവസ്ഥ എന്താ? നമ്മൾ അച്ഛനോട് ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അത് ശരിയാ. നിതിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള 20 ലക്ഷം അച്ഛൻ തരാന്ന് അന്ന് പറഞ്ഞത് അതുപോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. എങ്കിൽ ശബരേട്ടൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നമ്മൾ പോയി ചോദിച്ച അച്ഛൻ പണം തന്നിരിക്കും. ശബരേട്ടൻ ഇനി കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട. നമ്മൾ നാളെ തന്നെ പോയി അച്ഛനെ കാണുന്നു. അതിലെ ഒരു മാറ്റവും ഇല്ല. ശബരേട്ടൻ വന്നേ, വന്നിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങ്. നാളെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. ഇതേ പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കും. വാ വാന്ന്. കേൾക്കുന്നുണ്ടെങ്കിലേ അങ്കിള് അമ്മാവനായിട്ട് സംസാരിച്ചു അല്ലേ? ആണോ? അമ്മാവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നാളത്തോടെ അമ്പിളിയുടെ എല്ലാ പരാതിയും തീർന്നു കിട്ടുമെങ്കിലേ.